ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഭഗവത്ഗീത നമുക്ക് തരുന്ന ജീവിത ദർശനം അത് ഓരോ വ്യക്തിയെയും പരിവർത്തനം വരുത്തി അവരവർക്ക് അവരവരെ കൊണ്ടും അവരെ സമൂഹത്തിനും അവരുടെ കുടുംബത്തിനുമെല്ലാം ഒരു അസറ്റായി മാറുന്ന, ഒരു വലിയ ശക്തിയായി മാറുന്ന പരിവർത്തനത്തിൻ്റെ ഉജ്ജ്വലമായ അറിവിൻ്റെ ഒരു മാർഗരേഖയാണ് ഈ ഭഗവത്ഗീത. അതായത് ഓരോ വ്യക്തിയും ഇവിടെ ശ്രേഷ്ഠന്മാരാണ് എന്ന് പറഞ്ഞതുകൊണ്ടായില്ലല്ലോ, ശ്രേഷ്ഠന്മാരാക്കണം. അതിനു വേണ്ടുന്ന അറിവ്, അവരെ മാറ്റിയെടുക്കാനുള്ള മാർഗരേഖകൾ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള വ്യക്തിത്വത്തെ വികസിപ്പിക്കാൻ ഭഗവത്ഗീത കാണിച്ചു തരുന്ന വഴികൾ അതെത്രമാത്രം നമ്മൾ പ്രശംസിച്ചാലും അഭിനന്ദിച്ചാലും ആദരിച്ചാലും മതിയാവില്ല. ലോകം ഇതുപോലൊരു പുസ്തകം കണ്ടിട്ടില്ല, ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഭഗവത്ഗീത ശരിക്കും ഉൾക്കൊള്ളേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരുടെയും ജന്മാവകാശമാണ്. നാം ഈ ഗീത പഠിക്കണം, ഇത് പ്രചരിപ്പിക്കണം. എങ്കിൽ മാത്രമേ നല്ലൊരു സമൂഹം ഇവിടെ വളർന്നു വരികയുള്ളൂ. ഇന്ന് ഭഗവത്ഗീതയുടെ പ്രസക്തി വളരെ കൂടുതലാണെന്ന് നിങ്ങൾക്ക് ഗീത കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പ്രത്യേകിച്ച് നാം ഇന്ന് പറയാൻ പോകുന്ന ശ്ലോകം, അത് ഭഗവത്ഗീതയുടെ പ്രാധാന്യത, നമ്മൾ പഠിക്കേണ്ടതിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ അതിൻ്റെ എസെൻഷ്യാലിറ്റി എന്ന് പറയില്ല, അതായത് അത്രയും അതിൻ്റെ ആവശ്യകത, അതാണ് നമുക്കിന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഭഗവത്ഗീത പഠിച്ചിരുന്നുവെങ്കിൽ ലോകത്തിൽ ഇന്ന് സമ്പൂർണമായ വികാസവും സമ്പൂർണമായൊരു ശാന്തി, സമാധാനം, ഐശ്വര്യം ഉണ്ടാകുമായിരുന്നു. ഇന്ന് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതതീവ്രവാദവും അതുപോലെ സ്വാർത്ഥ താല്പര്യങ്ങളും കാരണം മനുഷ്യ ജീവിതത്തിൻ്റെ പുരോഗതിയെ മുഴുവൻ തടസ്സപ്പെടുത്തുന്ന വിധ്വംസന പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ഒരു വശത്ത് ഇസ്ലാമിക തീവ്രവാദം തീവ്രമാവുമ്പോൾ മറ്റു രാഷ്ട്രങ്ങൾക്ക് പട്ടിണി മാറ്റുന്നതിനേക്കാൾ കൂടുതൽ ആയുധമുണ്ടാക്കാൻ കാശ് ചെലവാക്കേണ്ടിയിരിക്കുന്നു. വേറൊരു വശത്ത് ചൈനയെ പോലുള്ള രാജ്യങ്ങൾ സ്വാർത്ഥനിഷ്ഠരായിട്ട് മറ്റുള്ള രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അവരുടെ അതിർത്തികൾ വലുതാക്കാനും അവരുടെ അഹങ്കാരത്തിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ അധികാരം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനും ഏകാധിപത്യ പ്രവണതകൾ കാണിക്കുമ്പോൾ അവർക്കെതിരെ ചെറുത്തു നിൽക്കാൻ പല രാജ്യങ്ങളും, വികസിത രാജ്യങ്ങളും സമ്പത്തായുധത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. നമ്മുടെ ഇന്ത്യ തന്നെ നോക്കൂ നിങ്ങൾ. ഇന്ത്യയിൽ പുതിയ പുതിയ ആയുധങ്ങൾ, ഇപ്പം അടുത്ത കാലത്ത് റാഫേൽ തുടങ്ങിയിട്ടുള്ള ഫൈറ്റർ വിമാനങ്ങൾ 40,000 കോടിയാണ്. ഒരു 2-3 സംസ്ഥാനങ്ങളുടെ പട്ടിണി മുഴുവൻ മാറ്റാനുള്ള കാശാണ് നമ്മൾ ആയുധത്തിന് വാങ്ങിച്ചിരിക്കുന്നത്. കാരണം പ്രകോപനമുണ്ടാക്കുന്ന സ്വാർത്ഥമതികളും അതുപോലെ തന്നെ തീവ്രവാദ ശക്തികളും ചുറ്റും നിൽക്കുമ്പോൾ എന്ത് വികസനം സാധിക്കും? എന്നിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഘോരഘോരം പ്രസംഗിക്കുക ഇവിടെ വികസനം ഉണ്ടാക്കുന്നു. ആദ്യം നമുക്ക് ഗീത പഠിപ്പിക്കണം, ഗീത പ്രചരിപ്പിക്കണം. എങ്കിലേ നമുക്ക് ഇത്തരത്തിലുള്ള വിധ്വംസന ശക്തികളിൽ നിന്നും ഒരു രാജ്യത്തെ മുക്തമാക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ നാം കാണാൻ പോകുന്നത് ഗീതയിലെ അതിഗംഭീരമായ 35-ാം ശ്ലോകം. ഇത് വളരെ വളരെ ശ്രദ്ധിക്കണം. ഞാനും നിങ്ങളും ഗീത പഠിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഇവിടെയാണ് നമ്മൾ കാണുന്നത്. ഗീത പ്രചരിപ്പിക്കുന്നതിൻ്റെ ആ ഒരു ഉത്തരവാദിത്വവും നമ്മുടെ ഒരു കടമയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ശ്ലോകം നമുക്കൊന്ന് വായിക്കാം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാ സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ. ആദ്യത്തെ പ്രയോഗം അതാണ്, വിഗുണ സ്വധർമ്മ. അതായത് അനുഷ്ഠിക്കാൻ ഇത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും തോന്നുകയാണെങ്കിലും അവനവൻ്റെ സ്വധർമ്മം ചെയ്യുന്നതാണ് ശ്രേയാൻ, ഏറ്റവും ശ്രേഷ്ഠകരം. പരധർമ്മം, മറ്റുള്ളവൻ്റെ ധർമ്മം, അത്
അനുഷ്ഠിക്കാനാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ അതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠം അവനവൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ വല്ലതും മനസ്സിലാവുമോ? പരധർമ്മം എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തൻ്റെ ധർമ്മം, അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ ധർമ്മം. ഇവിടെ ഈ വാക്കുകൾ നിങ്ങൾ പഠിക്കണം. സ്വധർമ്മം, പരധർമ്മം. ആദ്യം ധർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടു. ധൃ എന്ന ധാതുവിൽ നിന്നാണ് ധർമ്മം വരുന്നത്. ധൃ എന്ന് പറഞ്ഞാൽ ധരിക്കുക, നിലനിർത്തുക, നമ്മളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്ന ശക്തികൾ നടത്താം. അപ്പം നമ്മളെ നിലനിർത്തുന്ന ശക്തികളെയാണ് ധർമ്മം. അതിനെ നമ്മൾ നിലനിർത്തുക, അതാണ് നമ്മുടെ ധർമ്മം. നിലനിർത്തുന്ന ശക്തികളെ നിലനിർത്തുക. അപ്പം നമ്മൾ നിലനിൽക്കുക എന്ന് പറയുന്നത് തന്നെ വളരുക, വികസിക്കുക, പുരോഗതി പ്രാപിക്കുക, അതല്ലേ നിലനിൽക്കൽ. എന്നാൽ നമ്മുടെ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നതിനെയാണ് പരധർമ്മം എന്ന് പറയുക. പരധർമ്മം, അതിൻ്റെ അർത്ഥം പിന്നീട് നമ്മൾ കൂടുതൽ ഗ്രഹിക്കാം. പരധർമ്മം എന്ന് പറഞ്ഞാൽ പരൻ്റെ ധർമ്മം, മറ്റൊരാളുടെ ധർമ്മം. മറ്റൊരാളുടെ ധർമ്മം എന്ന് പറയുമ്പോൾ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഉയർത്താൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. മറ്റുള്ളവരെത്ര പ്രോത്സാഹിപ്പിച്ചാലും, മറ്റുള്ളവരെത്ര നിങ്ങളെ പ്രചോദനം തന്നാൽ, നിങ്ങൾക്ക് നന്നാവണം, നിങ്ങൾക്ക് ഉയരണം, നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം വരണം എന്ന് തോന്നാടത്തോളം കാലം ആരെന്ത് പ്രചോദനം തന്നിട്ടും കാര്യമില്ല. ഇതുപോലെ മറ്റുള്ളവർ നിങ്ങളുടെ കാല് വാരി താഴെ ഇട്ടാലും, നിങ്ങളെ അപമാനിച്ച്, അവഹേളിച്ച്, വിഷമിപ്പിച്ച്, വേദനിപ്പിച്ചാലും, നിങ്ങൾ അവരുടെ വേദനാത്മകമായ വാക്കുകളിലേക്ക് വീണുപോകുന്നതിന് കാരണം നിങ്ങളെ നിങ്ങൾ സ്വയം ഉയർത്താൻ പഠിക്കാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ പരധർമ്മം എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരുടെ ധർമ്മം. അതായത് മറ്റുള്ളവരെന്താ ചെയ്യുന്നത്? വെറും നമ്മളെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ താഴ്ത്തുക. അങ്ങനെ നമ്മൾ വെറും ആ ഒരു ലെവലിൽ നിന്നാൽ, വാക്കുകളുടെ ലോകത്തിൽ നിന്നാൽ ജീവിതത്തിൽ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. വെറുതെ നമ്മൾ പറയാം നന്നാവണം നന്നാവണം എന്ന് പറഞ്ഞാൽ നന്നാവില്ല എന്നർത്ഥം. പ്രയത്നിക്കണം. ഇനി മറ്റുള്ളവർ നമ്മളെ താഴ്ത്തുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ ദുഃഖിക്കുകയും കരയാനും വിഷമിക്കാനും പോവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ധർമ്മം അനുഷ്ഠിക്കുന്നില്ല. കാരണം നിങ്ങൾ അനുഷ്ഠിക്കുന്നത് മറ്റൊരുത്തൻ്റെ ധർമ്മമാണ്. അവൻ നിങ്ങളെ താഴ്ത്തുന്നു, നിങ്ങളും താഴ്ത്തുന്നു. അപ്പോൾ ഇത് ആരുടെ ധർമ്മമാണ്? ഒരാൾ നിങ്ങളെ വിഷമിപ്പിക്കുമ്പോൾ, വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾ തളരുന്നുവെങ്കിൽ ആ വിഷമിപ്പിക്കുന്ന ആളുടെ ധർമ്മമല്ല, അയാളുടെ ഉദ്ദേശം നിങ്ങളെ തളർത്തലാണ്. നിങ്ങളും നിങ്ങളെ തളർത്തുന്നു. അപ്പം നിങ്ങൾ ആരുടെ ധർമ്മമാണ് അനുഷ്ഠിച്ചത്? ധർമ്മം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ധരിക്കുക, വളർത്തുക, വികസിപ്പിക്കുക എന്നൊക്കെയാണ്. അപ്പം നമ്മൾ ധർമ്മമല്ലല്ലോ അനുഷ്ഠിച്ചത്, നമ്മൾ നമ്മളെ തളർത്തുകയല്ലേ ചെയ്തത്. അപ്പം മറ്റൊരാളുടെ ധർമ്മം നമ്മൾ അനുഷ്ഠിക്കരുതെന്ന് പറഞ്ഞാൽ ജീവിതം വെറും വാക്കുകളിൽ ഒതുങ്ങരുത്. നന്നാവണമെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, നന്നായി തീരണം. അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഇന്ന് ഇതൊക്കെ പറയുന്നതിൽ വളരെ അർത്ഥമുണ്ട്. നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ വെറും പ്രസംഗിച്ച് നടക്കുന്നവരാണ് പലരും. അത് പ്രായോഗികമാക്കുന്ന ആളുകൾ വളരെ കുറവാണ്. യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്നവർ വളരെ കുറവാണ്. ഗാന്ധിജിയെപ്പോലുള്ള കുറച്ച് ആളുകളെ നമുക്ക് കാണാം. മൈ ലൈഫ് ഇറ്റ് സെൽഫ് ഈസ് മൈ ടീച്ചിങ് എന്നാണ്. എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ പഠിപ്പിക്കൽ. അപ്പം ആ ജീവിതവും പഠനവും രണ്ടല്ല, അറിവും രണ്ടല്ല, ജീവിച്ചു കാണിച്ചവരാണ്. ഇന്ന് നമ്മൾ കാണുന്നില്ലേ, വളരെ വലിയ സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ പറഞ്ഞാലും ക്യാപിറ്റലിസ്റ്റിക് മൈൻഡാണ്. അവരും ധൂർത്തടിച്ചും അവരും വളരെ എക്സ്പെൻസീവ് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചും അങ്ങനെ ജീവിക്കുന്ന എത്രയോ ആളുകളെ നിങ്ങൾക്ക് കാണാം. എന്നാൽ സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ എന്താ പറയുക, വൈരുദ്ധ്യാത്മീയ വിപ്ലവവാദങ്ങളും പാവപ്പെട്ടവൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അവർ വളരെ വളരെ എന്താ പറയുക, ആളുകളുടെ കണ്ണിൽ പൊടിയിടും. ഇത് കേൾക്കാൻ കുറേ ആളുകളും. പക്ഷേ വ്യക്തിപരമായ ജീവിതത്തിൽ ആ ഒരു ഫിലോസഫിയിൽ ജീവിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പം പറച്ചിലും പ്രാക്ടീസും രണ്ടും രണ്ടായി മാറും. പറയുന്നത് വളരെ ലളിതവും ജീവിക്കുന്നത് വളരെ സമ്പന്നവും. എന്നിട്ട് ചീത്ത വിളിക്കുന്ന ക്യാപിറ്റലിസ്റ്റുകാരനെ. ഇവിടുത്തെ രാഷ്ട്രീയം വളരെ അത്ഭുതമാണ്. അമേരിക്കക്കാരനെ ചീത്ത വിളിക്കും, അവൻ വളരെ എന്താ പറയുക, ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ്, ഭൂർഷ രാജ്യമാണ്. പക്ഷേ രോഗം വന്ന് ചികിത്സിക്കാൻ ആ രാജ്യങ്ങളിൽ പോവുകയും വേണം. നോക്കൂ നിങ്ങൾ, എന്തൊരു വൈരുദ്ധ്യാത്മീയ വിപ്ലവവാദമാണത്. പറയുന്നതിൽ എന്തൊരു വൈരുദ്ധ്യത. ഞാൻ ഇതാരെയും കുറ്റപ്പെടുത്തുകയല്ല.
അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ പറ്റുന്ന തെറ്റിതാണ്. മക്കളെയൊക്കെ വലിയ ഉപദേശിക്കും, പക്ഷേ പ്രായോഗികമാക്കാൻ അവർക്ക് പറ്റാത്ത പറഞ്ഞു കൊടുക്കരുതെന്നാണ്. നാം നമ്മുടെ ജീവിതത്തിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്നാണ്. നമ്മൾ കാലത്തെണീക്കുന്നുണ്ടോ എന്നാൽ മക്കളോട് പറയും കാലത്തെണീ. നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ മക്കളോടും പറയുന്ന ക്ഷേത്രം പറയേണ്ട, അവർ വന്നോളും. നിങ്ങൾ ഭാഗവതം വായിക്കുന്നുണ്ടോ, നിങ്ങൾ ഗീത വായിക്കുന്നുണ്ടോ, നിങ്ങൾ ജപിക്കുന്നുണ്ടോ, നിങ്ങൾ ധ്യാനിക്കുന്നുണ്ടോ, അപ്പോഴാണ് നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റി പറയുന്നത് മക്കൾക്ക് ശരിക്കും ബോധ്യം വരിക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കള്ളു കുടിക്കുന്ന ഒരാൾ പറയണം മക്കളെ കള്ളു കുടിക്കരുത് പറഞ്ഞാൽ ആ മക്കളെങ്ങനെ കള്ളു കുടിക്കാതിരിക്കുക? മനസ്സിലായി? യഥാ രാജ തഥാ പ്രജ. ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ പറ്റിയത് അതാണ്. കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാവിധത്തിലുള്ള ഉണ്ടായുസവും അക്രമത്തിനും കൂട്ടുനിൽക്കുക ഒരു ഭാഗത്ത്, എന്നിട്ട് അതിനെ എതിർത്ത് പറഞ്ഞാൽ അതെങ്ങനെയാണ് മാറാൻ പോകുന്നത്? ഇപ്പോൾ ഈ രാജ്യത്തിന് വേണ്ടത് ആരെയാണ്? സ്വധർമ്മം അനുഷ്ഠിക്കുന്നവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നാവണം എന്ന് പറയുകയല്ല, മറ്റുള്ളവരോട് പറയുകയല്ല, സ്വയം നന്നാവാൻ പരിശീലിക്കുന്നവരെയാണ് വേണ്ടത്. അപ്പം നമുക്ക് 5 ധർമ്മങ്ങളാണ് ഇവിടെ ചെയ്യാനുള്ളത്. ഏതൊക്കെയാണ് ഈ ധർമ്മം? 5 നമ്മുടെ വിരലിലെ 5 വിരലിലെ കാര്യങ്ങൾ നമ്മൾ ഓർത്താൽ മതി. ഒന്നാമത്തത് രാഷ്ട്രധർമ്മം, രണ്ടാമത്തത് പ്രകൃതിയോടുള്ള ധർമ്മം, മൂന്നാമത്തത് സ്വധർമ്മം അവനവനോട്, നാലാമത്തത് കുടുംബം, അഞ്ചാമത്തത് സമൂഹം സൊസൈറ്റി. ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടി പറയാം: രാഷ്ട്രം, പ്രകൃതി, അവനവൻ, അവനവൻ്റെ കുടുംബം, അവനവൻ്റെ സമൂഹം. ഈ 5 കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. അതിലാദ്യം രാഷ്ട്രം എന്ന് പറയാൻ കാരണം, ഒരു രാഷ്ട്രം സുരക്ഷിതമായിട്ടിരുന്നാലേ നമുക്ക് ബാക്കിയെല്ലാം ഇവിടെ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ഇന്ന് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഉള്ള ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എപ്പോഴാണ് പൊട്ടിത്തകരുക എന്നറിയില്ല, എപ്പോഴാണ് പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുക എന്നറിയില്ല, എപ്പോഴാണ് ദുരിതങ്ങൾ വരിക. കാരണം സുരക്ഷിതമല്ല രാഷ്ട്രം. തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായ സ്ഥലങ്ങളിൽ എന്ത് സുരക്ഷിതത്വം? അപ്പോൾ ഒരു രാഷ്ട്രം സുരക്ഷിതമാവണം. അപ്പം അതുകൊണ്ട് നമ്മുടെ കണ്ണ് 4 ഭാഗത്തും വേണം. നമ്മുടെ രാജ്യത്തിൽ വിധ്വംസന പ്രവർത്തനങ്ങൾ നടത്താൻ പ്രചരിപ്പിക്കുന്ന ആ ആശയങ്ങൾ ഉള്ളവരെ നാം ഒന്ന് ശ്രദ്ധ വയ്ക്കണം. ഇത്തരം ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മുടെ മേലധികാരികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. കാരണം നമ്മുടെ ഒരു അശ്രദ്ധ മതി ഇത്തരം കൂട്ടരുകൾക്ക് വളർന്ന് ഈ രാജ്യത്തെ തകർക്കാൻ. നമുക്കറിയാം, കാശ്മീർ എന്നൊക്കെ പറയുന്നത് ഒരു കാലത്ത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകേണ്ട സ്ഥലങ്ങളായിരുന്നു. തിരിച്ചെടുക്കാൻ നമുക്ക് ഒരുപാട് അവിടെ ജീവൻ കളയേണ്ടി വന്നു പലരുടെയും. അപ്പം അതുകൊണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കണം: രാഷ്ട്രം സുരക്ഷിതമായിട്ടിരിക്കുന്നിടത്താണ് നാം സുരക്ഷിതരായിട്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന ഒരു കാര്യം നമ്മുടെ ചുറ്റും നടക്കുന്നില്ല എന്ന് നാം ഉറപ്പുവരുത്തണം. ഇവിടെ രാഷ്ട്രത്തെ തകർക്കാനുള്ള ശക്തികളുണ്ട്. അപ്പം അതുകൊണ്ട് പ്രൈമറി റെസ്പോൺസിബിലിറ്റി രാഷ്ട്രമാണ്. കാരണം ഒരു സുരക്ഷിതമായ രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് വളരാനും വികസിക്കാനും ആത്മീയമായി പോലും ചിന്തിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ചുറ്റും ബോംബ് പൊട്ടുകയും തകരുകയും ചെയ്യുന്നിടത്ത് എന്ത് ആത്മീയതയാണ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്? ആദ്യം നാം സുരക്ഷിതരാവുക. ഒന്നാമത്തെ ധർമ്മം. ഭഗവത്ഗീതയുടെ ആരംഭം തന്നെ തുടങ്ങുന്നത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ധർമ്മക്ഷേത്രേ, ധർമ്മം എന്നുള്ള വാക്കിലാണ്. ഭഗവത്ഗീതയുടെ ഏറ്റവും ഒടുവിലത്തെ ശ്ലോകം 700ാമത്തെ ശ്ലോകം, 18ാം അധ്യായത്തിലെ 700ാം ശ്ലോകം. ഗീത ഉപസംഹരിപ്പിക്കുന്ന എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീവിജയോ ഭൂതിർ ധ്രുവാ നീതിർ മതിർ മമ. മമ എന്ന ശബ്ദത്തിലാണ് ഗീത ഉപസംഹരിപ്പിക്കുന്നത്. രാമകൃഷ്ണ പരമഹംസർ പറയും, ഈ വാലൊന്ന് മുന്നിൽ കൊണ്ടുവച്ചാൽ, അതായത് ലാസ്റ്റ് വേർഡ് ഒന്ന് മുന്നിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ മമ ധർമ്മം എന്ന് കിട്ടും. അതായത് ഗീത പഠിപ്പിക്കുന്നത് അതിൻ്റെ ടോട്ടൽ നമ്മൾ എടുത്തു നോക്കിയാൽ ഇൻ ടോട്ടാലിറ്റി ഇറ്റ് ഈസ് സെയിങ് വാട്ട് ഈസ് മമ ധർമ്മം, നമ്മുടെ ധർമ്മം എന്താണ്. സോ രാഷ്ട്ര സംരക്ഷണമാണ് നമ്മുടെ ഒന്നാമത്തെ ധർമ്മം. രാഷ്ട്രത്തിൻ്റെ സംരക്ഷണം എന്നാൽ രാഷ്ട്രത്തിൻ്റെ സംസ്കാരം, അടിസ്ഥാന സംസ്കാരത്തെ പ്രചരിപ്പിക്കുക.
നാം നമ്മുടെ സംസ്കാരത്തെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതാവട്ടെ നമ്മുടെ ആയുധം. ആശയം എന്ന ആയുധം കൊണ്ട് വേണം ദുഷ്ടശക്തികളെ നമ്മൾ നേരിടാൻ. നമ്മുടെ ഗീതയും ഭാഗവതവും നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ മഹത്വരമാർന്ന വരികൾ നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ഇതര ദുഷ്ടശക്തികൾക്ക് മനസ്സിലാവുന്നത് ഈ സനാതന ധർമ്മത്തെ തകർക്കാൻ സാധ്യല്ല. ആളുകൾ വരും, ആളുകൾ പോകും, പക്ഷേ ധർമ്മത്തെ, സംസ്കാരത്തെ നശിപ്പിക്കാൻ സാധ്യല്ല. അതല്ലേ ഗാന്ധാരി പോലും തൻ്റെ പുത്രനായ ദുര്യോധനോട് പറഞ്ഞു, യുദ്ധക്കളത്തിൽ കർണൻ മരിച്ചപ്പോൾ ദുര്യോധനൻ തകർന്നുപോയി, ഇനി എനിക്ക് ആരുണ്ട്? ഗാന്ധാരി ഈ വിവരം അറിഞ്ഞു. തൻ്റെ പുത്രന് ദുശാസനൻ നഷ്ടപ്പെട്ടു, കർണൻ നഷ്ടപ്പെട്ടു. ഒരു അശ്വത്ഥമാവുണ്ടെങ്കിലും അത്ര വകതിരിവില്ല. പുത്രനെ രക്ഷിക്കണം. എന്താ മാർഗം? പുത്രനോട് വരാൻ ഏർപ്പാടാക്കി. പറഞ്ഞു, നാളെ കാലത്ത് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് എൻ്റെ മുന്നിൽ വരണം, പരിപൂർണ നഗ്നനായിട്ട് വരണം. ആ മകന് വിഷമമായി. അമ്മയുടെ മുന്നിൽ എങ്ങനെയാണ് നഗ്നനായിട്ട് വരിക? എങ്കിലും തൻ്റെ അടിവസ്ത്രമൊക്കെ ധരിച്ച് അമ്മയുടെ മുന്നിലെത്തുകയാണ്. അമ്മ അന്നുവരെ കണ്ണുകെട്ടി സൂക്ഷിച്ച ശക്തി മുഴുവൻ പുത്രന് പകർന്നു കൊടുക്കുമ്പോൾ എവിടെയാണോ തൻ്റെ അടിവസ്ത്രങ്ങളാൽ ശരീരം മറച്ചത്, ആ ഭാഗം ദുർബലമാണെന്നറിയുന്ന അമ്മ പറഞ്ഞു, തലയിൽ കൈവച്ചിട്ട് യഥോ ധർമ്മ തഥോ ചെയ്യാം. നിനക്കെന്ത് ശക്തി തന്നിട്ടും കാര്യമില്ല. ധർമ്മം എവിടെയാണോ അവിടെയാണ് ജയം. ധർമ്മത്തിനാണ് ജയം. അപ്പം ധർമ്മം എന്ന് പറഞ്ഞാലോ നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ ധർമ്മത്തെ പ്രചരിപ്പിക്കുക, ആശയത്തെ പ്രചരിപ്പിക്കുക. നമ്മുടെ ഓരോ ഗ്രന്ഥങ്ങളും നമ്മൾ പഠിക്കണം, അതിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കണം. ആളുകളുടെ പല തെറ്റിദ്ധാരണകളും അങ്ങനെ നീങ്ങുള്ളൂ. നാം ഇതൊന്നും മിണ്ടാതിരിക്കരുത്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ ഫേസ്ബുക്കും അതുപോലെ ട്വിറ്റർ അക്കൗണ്ടും പലതും ഉണ്ടല്ലോ. എന്തുകൊണ്ട് നമുക്ക് നല്ല നല്ല സന്ദേശങ്ങൾ നമ്മുടെ ഉപനിഷത്തുക്കളിൽ നിന്ന്, ഭാഗവതത്തിൽ നിന്ന് അതൊക്കെ എടുത്ത് പ്രചരിപ്പിച്ചുകൂടാ? അതാവട്ടെ നമ്മുടെ ആയുധം. നമ്മുടെ ആയുധം ആശയമാണ്, അറിവാണ്. ജ്ഞാനാത് പരം എന്ന്, ജ്ഞാനത്തിനേക്കാൾ വലുതൊന്നുമില്ല. ഭഗവാൻ ഗീതയിൽ 4-ാം അധ്യായത്തിൽ പഠിപ്പിക്കും, ഏറ്റവും വലുത് മനുഷ്യൻ്റെ സമ്പത്തെന്ന് പറയുന്നത്, പവിത്രമാക്കുന്നത് ജ്ഞാനമാണ്. ആ ജ്ഞാനത്തെയാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്. എന്തൊക്കെയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആവശ്യമില്ലാത്തത് പ്രചരിപ്പിക്കുന്നതിന് പകരം ആവശ്യമുള്ളതും കൂടി പ്രചരിപ്പിക്കൂ. ഓരോ ഹിന്ദുവും ഉണർന്നു കഴിഞ്ഞാൽ, ഈ തരത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പുതിയൊരു ഭാരതം ഉണർന്നു വരുന്നത്. ഇന്ന് നമ്മുടെ ഹിന്ദു സമൂഹത്തിന് ഇല്ലാതെ പോയതും ഇതാണ്. നമ്മുടെ ഗ്രന്ഥങ്ങളുടെ ആഴങ്ങളിലുള്ള അറിവ് നമുക്കില്ലാതെ പോകുന്നു. നിങ്ങൾ നോക്കൂ, നാരായണ ഗുരുദേവനെപ്പോലുള്ള മഹാപ്രതിഭകൾ എന്തെല്ലാം കൃതികൾ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര പേർക്കറിയാം ആ കൃതികളെക്കുറിച്ച്? അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പ്രതിമയിൽ ഒതുങ്ങിപ്പോകുന്നു. അപ്പം അതുകൊണ്ട് നാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക, പ്രചരിപ്പിക്കുക. പ്രചാരം പ്രചാരം പ്രചാരം. അങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ കുറേ കഴിഞ്ഞാൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാം. രാമായണം നോക്കൂ, ഇത്രയും പ്രചരിപ്പിക്കപ്പെട്ടതുകൊണ്ടല്ലേ ഇന്ന് കേരളത്തിൻ്റെ ഒരു ഉത്സവം പോലെയായി മാറിയത്. കർക്കിടക മാസം എന്നൊരു ദാരിദ്ര്യത്തിൻ്റെ, പണ്ട് കാലത്ത് പറയുന്നത് പട്ടിണിയുടെ മാസം എന്നൊക്കെയാണ്. കുറച്ചുകൂടി വേറെ ഭാഷ പറഞ്ഞാൽ പഞ്ഞമാസം നോക്കിയാൽ ചിലർ പറയുക. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കർക്കിടകം എന്നുള്ള വാക്കുപോലും ഉപയോഗിക്കില്ല, രാമായണ മാസം എന്നായി മാറി. കാരണം എല്ലാ വീടുകളിലും രാമായണം, എല്ലാ ക്ഷേത്രങ്ങളിലും രാമായണം. ഈ സംസ്കാരം നമുക്ക് രൂപപ്പെടുത്താൻ സാധിച്ച പ്രചരണം കൊണ്ടാണ്. നമുക്ക് പ്രചരിപ്പിക്കണം നമ്മുടെ സംസ്കൃതി, അത് നമ്മുടെ ധർമ്മമാണ്. രാഷ്ട്ര സുരക്ഷയ്ക്ക് ഞാൻ എന്ത് ചെയ്യും? എനിക്കിപ്പം ബോർഡറിൽ പോയി നിൽക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ചുറ്റും കണ്ണോടിക്കാം, എന്തെങ്കിലും വിധ്വംസന പ്രവർത്തനങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ട്, ഇതെനിക്ക് വേണ്ടപ്പെട്ടവരെ അറിയിക്കാം. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മുടെ മറ്റൊരു മഹത്തായ കർമ്മമാണ് ഈ രാഷ്ട്രത്തിൻ്റെ സനാതന ധർമ്മത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാന ശില നമ്മൾ ഉറപ്പിക്കുക. കാരണം അതിനെ ഇളക്കിയ പിന്നെ ഈ രാജ്യമില്ല. അതുകൊണ്ട് നമുക്കൊക്കെ ധർമ്മപ്രചാരകന്മാരാവാം, ധർമ്മത്തെ പ്രചരിപ്പിക്കുന്നവരാവാം.
ഏതാണ് ധർമ്മം? ഭഗവത്ഗീത, ഉപനിഷത്തുക്കൾ, ഭാഗവതം, അതുപോലെ രാമായണം. ഇതിങ്ങനെ പ്രചരിപ്പിച്ച് ഈ ഭാരതം മുഴുവൻ നിറയട്ടെ. അതിൻ്റെ തേജസ്സും ഓജസ്സും മഹത്വവും അതിൻ്റെ വൈഭവവും. ഒന്നാമത്തത് രാഷ്ട്രധർമ്മം. രണ്ടാമത്തെ ധർമ്മം എന്ന് പറയുന്നത് പ്രകൃതി ധർമ്മം. ഈ പ്രകൃതിയോട് നമുക്ക് കാണിക്കാനുള്ള ധർമ്മം എന്താണ്? നമുക്കറിയാം, ശ്വസിക്കാൻ വായു വേണം, കുടിക്കാൻ വെള്ളം വേണം, സൂര്യൻ വേണം, എല്ലാം നമുക്ക് വേണം. ഇന്ന് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അധിക പ്രസരം കൊണ്ട് ഇന്ന് മാലിന്യമായിരിക്കുന്ന അന്തരീക്ഷമാണ്. പ്രകൃതിയോട് നമുക്ക് ചെയ്യാനുള്ളത് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ചെടികൾ വെച്ച് പിടിപ്പിക്കുക. ഇവിടെ സസ്യശ്യാമളമാവട്ടെ. നമ്മൾ പറയും വന്ദേ മാതരം സുശലാം സുചലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം. സസ്യശ്യാമളമായ മാതരം. പ്രകൃതി കൊണ്ട് ഭൂമി ധന്യമാവട്ടെ. പ്രകൃതി കൊണ്ട് എങ്ങനെയുള്ള പ്രകൃതി? ഈ പ്രകൃതി എന്ന് പറയുന്നത് നാം നശിപ്പിച്ചൊരു പ്രകൃതിയാവരുത്, നമ്മൾ ആഗ്രഹിക്കുന്നൊരു പ്രകൃതി. മരങ്ങളെ കൊണ്ടും പൂക്കളെ കൊണ്ടും അങ്ങനെ ഒരു അനുഗ്രഹീതമായ പ്രകൃതി. അപ്പോഴാണ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ കൂടുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് കുറയുന്നത്. പിന്നെ നമ്മൾ കുറേ ഡിസിപ്ലിൻസൊക്കെ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ചപ്പ് ചവറുകൾ വലിച്ചെറിയുന്നതിൽ, ഇതെല്ലാം ഡിസ്പോസ് ചെയ്യുന്നതിൽ, പ്ലാസ്റ്റിക് മാലിന്യങ്ങളോടുള്ള നമ്മുടെ സമീപനം, അങ്ങനെ ഒരു രാഷ്ട്രം നമ്മൾ സുരക്ഷിതമാക്കി വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം നമുക്ക് വലിയ അപകടങ്ങൾ തരില്ല. അല്ലെങ്കിൽ നാം ഇരിക്കുന്ന പ്രകൃതി തന്നെ നമുക്ക് രോഗങ്ങൾ തരും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസം ഉള്ളൊരു സ്ഥലമാണ് ഇന്തോനേഷ്യയിലെ ബാലി. കൊച്ചു ദ്വീപാണ്. അവിടെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് എൻവയറമെൻ്റൽ പ്രശ്നങ്ങൾ, കാരണം ധാരാളം പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കുടിച്ച്, ഈ കോളയും മറ്റും കുടിച്ചതിൻ്റെ സാധനങ്ങൾ, പിന്നെ ഈ ടൂറിസ്റ്റുകൾ അവിടെ ഇവിടെയും ഭക്ഷണം കഴിച്ചിട്ട് അവിടെ വയ്ക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പലതും അടിഞ്ഞുകൂടുന്ന സ്ഥലമാണ്. പക്ഷെ അവർ നേരത്തെ തന്നെ, അവിടുത്തെ ഹിന്ദു സമൂഹമാണേ, അവരുടെ ബുദ്ധി നോക്കണം നിങ്ങൾ. അവർക്കറിയാം ഇത് നാളെ ഒരു എൻവയറമെൻ്റൽ ഇഷ്യൂ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഇതിനെല്ലാം വേണ്ട വിധത്തിൽ ഡിസ്പോസ് ചെയ്ത് ഈ പ്ലാസ്റ്റിക് വീണ്ടും പ്ലാസ്റ്റിക് ബോട്ടിലുകളാക്കി മാറ്റാവുന്ന വിധത്തിൽ അതിനെ കളക്ട് ചെയ്ത്, നിങ്ങൾക്ക് ബാലിയിലെ ഒരു സ്ഥലത്തും ചപ്പ് ചവർ കൂടിക്കിടക്കുന്ന കാണില്ല. കാരണം അവർക്കറിയാം നാളെ അവരുടെ ജീവനത്തിനെ അത് തടസ്സപ്പെടുത്തും. അതുകൊണ്ട് അവർ ആ പ്രകൃതിയെ സംരക്ഷിച്ചു വെക്കുന്നു. എവിടെ നോക്കിയാലും സസ്യശ്യാമള നിറഞ്ഞിരിക്കുകയാണ്. പ്രകൃതി അത്ര ധന്യമാണ്. അങ്ങനെ ഭൂമി അവർ നല്ല പ്രകൃതി കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. ഈവൻ കടൽ, ചുറ്റും കടലാണ്. ഒരു അനാവശ്യ വസ്തു പോലും കടലിൽ നിങ്ങൾ കാണില്ല. കാരണം അവർ അനുവദിക്കില്ല ടൂറിസ്റ്റിനെ കൊണ്ടൊന്നും കേടുവരുത്താൻ. എന്നാൽ നമ്മൾ നമ്മുടെ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പല ടൂറിസ്റ്റ് സെൻറ്ററിലും പോയി കഴിഞ്ഞാൽ കുമിഞ്ഞു കൂടിക്കിടക്കുന്നത് കാണാം, കുപ്പകൾ. ഇതൊക്കെ എന്തുകൊണ്ടാണ്? നമുക്ക് ആ ഫ്രീഡം കിട്ടിയപ്പോൾ നമ്മൾ പ്രകൃതിയാണ് നശിപ്പിക്കുന്നത്, നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് നാം ഒരു പ്രതിജ്ഞ ചെയ്യണം. എല്ലാ വർഷവും നാം ഒരു വൃക്ഷം വെച്ച് പിടിപ്പിക്കുക. നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ നമുക്കൊന്ന് ഒരു ചിന്തനം ചെയ്യണം. ക്ഷേത്രങ്ങളിലൊക്കെ നക്ഷത്ര വനങ്ങളും, കുറേ കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രം മുഴുവൻ, ഇന്നുണ്ടല്ലോ ക്ഷേത്രപ്പറമ്പെന്ന് പറയുന്നത് കുറേ പടക്കം പൊട്ടിക്കാനുള്ള, കുറേ ആനകൾക്ക് എഴുന്നള്ളാനുള്ള വലിയ പൂരപ്പറമ്പുകൾ, അതൊരു ഭാഗത്തിരിക്കട്ടെ. പക്ഷെ അതിനേക്കാൾ ഉപരി നമുക്ക് പ്രകൃതി വേണം. അതാണ് നമുക്ക് ഏറ്റവും വലിയ കാവുകൾ. ക്ഷേത്രങ്ങൾക്കൊക്കെ പണ്ട് കാവുകളൊക്കെ ഉണ്ടായിരുന്നു, ചില ക്ഷേത്രങ്ങൾ, കുളങ്ങൾ. ഇതൊക്കെ നമുക്ക് സംരക്ഷിച്ച് നിർത്തിയാലേ ഇവിടെ ജീവനം നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് രണ്ടാമത്തത് നമ്മുടെ പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വം. മൂന്നാമത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഹരി ഓം.